ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി. ഇഞ്ചി കഴുകി അത് ചെറിയ പീസാക്കി അരിഞ്ഞ് അത് നമ്മൾ വറക്കണം. വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കണം. വറുത്ത് പൊടിച്ച് വെച്ചേക്കുമായിരുന്നു. വറുത്ത് പൊടിച്ചതാണ്. കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതിനകത്തുണ്ട്. പിന്നെ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ചുമന്നുള്ളി പച്ചമുളകും കൂടെ വറുത്തതാണ്. ഇത് നമ്മൾ പുളി ആളംപുളി വെള്ളത്തിലിട്ട് എടുത്ത് അതിൻ്റെ പതറെല്ലാം കളഞ്ഞേച്ച് അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് നമ്മൾ അടപ്പ് വെച്ച് അതൊന്ന് കുറുകാൻ വെച്ചേക്കുവാണ്. അതിൻ്റെ കൂടെ ശർക്കരയോടെ ചേർക്കും. എരി അത്ര ഇതല്ലാത്തവർക്ക് ശർക്കരയോടെ എടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് ഇടുവാണ്. ഇതിനകത്തോട്ട് ഇടുവാണ്. ഉള്ളിയെല്ലാം വേണ്ടതാണ്. അത് കുറുകാൻ വേണ്ടിയാണ് അങ്ങ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വറുത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് പൊടിച്ചതാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് പൊടിച്ചതാണ്. ശർക്കരയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് കടുകൂടെ വറുക്കണം. അത്രയും ചാറ് വേണ്ടെങ്കിൽ വീണ്ടും പറ്റിക്കാം. ഉപ്പൊക്കെ നോക്കട്ടെ. ഓക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് കടു വറുക്കാം. കടു വറുക്കുകയാണ്. കൊഴുപ്പൊക്കെ എത്ര മതിയെങ്കിൽ അത്ര എടുക്കാം. ഇരിക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഇത് പുളിവെള്ളത്തിനകത്തിലിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് തിളപ്പിച്ച് അതിനകത്ത് ശകലം ഒരിച്ചിരി കഷ്ണം ഇത് ശർക്കര വേണമെന്നവർക്ക് ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ശർക്കരയും ചേർത്ത് തിളപ്പിച്ച് നല്ലൊരു കുറുകിയതിന് മുമ്പ് നമ്മൾ ഈ ഇഞ്ചി വറുത്തത് പൊടിച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചുവന്നുള്ളിയും പച്ചമുളകും വറുത്ത് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ കടുക് വറുക്കുന്നുണ്ട്. ഇതിന് തേങ്ങ വറുത്തും ഇഞ്ചിക്കറി ചെയ്യാനുണ്ട്. അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഇതാണ്. ഇതിലൂടെ എല്ലാം കറിവേപ്പില അത്യാവശ്യമുള്ള വലിയൊരു ഘടകമാണ്. പക്ഷേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയവർ എന്നും പറയുന്ന പോലെ ചേർക്കാത്തത് കൊണ്ടാണ്. വീട്ടിൽ നാട്ടിൽ ചെല്ലുമ്പോഴേ നമ്മുടെ വീട്ടിൽ കറിവേപ്പില എടുക്കാത്തതുള്ളത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ കറിവേപ്പില മസ്റ്റാണ്. പിന്നെ ഓക്കെ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കണം. ഓക്കെ. എന്നിട്ട് ലൈക്കൊക്കെ തരണം. ഓക്കെ.